പാട്ടിനെ ഒരു രീതിയിലും ചിലര് എന്താ പറയാ മോശപ്പെടുത്തി കളയാതെ, കാരണം എന്താ പറയാ എത്രയോ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത പാട്ടാണ്. ആ പാട്ടിന്റെ അതിന്റെ ഭംഗി ഒരു രീതിയിലും കളയാതെ അതിനെ അങ്ങനെ തന്നെ വേറൊരു രീതിയിലേക്ക് ആക്കി എടുത്ത് അദ്ദേഹം അത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ബഹുമാനം ഒരുപാട് തോന്നി അദ്ദേഹം. അപ്പം ഞാൻ പിന്നെ നോക്കിയപ്പോ ഞാൻ ഈ അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകൾ കേട്ടപ്പോഴാണ് മലയാളത്തിൽ അദ്ദേഹം ഇല്ല. പിന്നെ നോക്കിയപ്പോഴാണ് ആക്ച്വലി റൂട്ട് മലയാളിയാണ്, പക്ഷെ എന്നാൽ പോലും അദ്ദേഹം മലയാളം പാട്ടുകൾ അവിടെ ജീവിക്കുന്നോണ്ടും അതുകൊണ്ടൊക്കെ ആയിരിക്കാം കൂടുതൽ തമിഴിലേക്ക്. പിന്നെ നമ്മൾ പറഞ്ഞ കൾച്ചർ അവിടെ ഉള്ളവർക്ക് മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക അതുകൊണ്ടും കൂടി ആയിരിക്കാം. അവിടെ എല്ലാത്തിനും ഇപ്പോഴും ചെറിയ ഫംഗ്ഷൻസ് ആണെങ്കിലും വലിയ ഫംഗ്ഷൻസിനാണെങ്കിലും മ്യൂസിക് സഭകള്, അവിടുത്തെ അഗ്രഹാരങ്ങളില് എന്ത് പരിപാടികൾക്കും അവിടെ ഒരു എന്താ പാട്ട് കേൾക്കാൻ, ഈ ക്ലാസിക്കൽ ആയിട്ടുള്ള പാട്ട് കേൾക്കാൻ ഏറ്റവും ഇതാണെ പോലും ഒരു മിനിമം ഒരു ഇത്ര ക്രൗഡ് ഉണ്ടാവും. മിനിമം ഗ്യാരണ്ടി ഒരു ഇത്ര പേരുണ്ടാവും അത് കേൾക്കാൻ. പക്ഷെ നമ്മുടെ ഇവിടെ ആണെങ്കിലോ ഇപ്പം ഇത്തരത്തിലുള്ള ഒരു ക്ലാസിക്കൽ കച്ചേരി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാനിരിക്കുന്നവർ വളരെ കുറവല്ലേ. നമ്മുടെ ഇവിടെ ഇന്നിപ്പോ കൂടുതലും ഈ ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളിലേക്കും സിനിമാറ്റിക് സ്റ്റൈലിലേക്കും ഒക്കെ ആയിട്ടാണ് കൂടുതലും പോയിരിക്കുന്നത്. ഉണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ പറ്റി കുറച്ചും കൂടി അറിയാമായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും അദ്ദേഹത്തിന് ഒരിക്കലും നേരിട്ട് കാണാൻ സാധിക്കുകയാണെങ്കിൽ.